ഷെയ്ഖ് യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുഗ്രഹീതമായ 25ാമത് ഉറൂസ് മുബാറക് വേദിയിൽ പഠന ക്ലാസ്സിന് നേതൃത്വം നൽകുന്നു. ആദർശ പ്രബോധന വേദികളിലെ നിറസാന്നിധ്യം ഉസ്താദ് ഏലംകുളം അബ്ദുർ റഷീദ് സഖാഫി. തൽസമാത്ത് അനുവദനീയമോ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. وبالنجم هم يهتدون. صدق الله مولانا العظيم. ആദരണീയരായ ഉസ്താദ് അവറുകളെ, സമസ്ത കേന്ദ്ര മുശാവറ ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദ് അവറുകൾ, പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്ത് പത്തപ്പീരിയം ഉസ്താദ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ, നാട്ടുകാരെ, 2.5 പതിറ്റാണ്ട് മുമ്പ് കൺമറഞ്ഞ വന്യരായ ഷെയ്ഖ് യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകളുടെ 25ാം ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒത്തുകൂടലിലാണ് നാം. അവിടുത്തെ പാത പിന്തുടർന്ന് സമൂഹത്തിന് വൈവിധ്യ മേഖലകളിൽ സേവനമർപ്പിക്കാനുള്ള ഒട്ടനവധി വ്യക്തിത്വങ്ങൾക്ക് ദിശാബോധം നൽകി കർമ്മമേഖലയിൽ സജീവമാക്കാൻ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് അവറുകൾ, അല്ലാഹു ആയുരാരോഗ്യവും ദീനി സേവന രംഗത്ത് ഒരുപാട് കാലം നേതൃത്വം നൽകാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ഈ ഒരു സംഗമത്തിൽ 1-2 വിഷയങ്ങൾ ഇവിടെ പഠനത്തിന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ത്വൽസമാത്ത് അനുവദനീയമോ എന്ന വിഷയത്തെ അധികരിച്ച് അല്പസമയം നിങ്ങളോടൊത്ത് ചെലവഴിക്കാനാണ് ഈ ഉള്ളവൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സംബോധിത സമൂഹം ഒട്ടനവധി വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. എത്ര കണ്ട് സൗകര്യങ്ങൾ കൂടുന്നുണ്ടോ 10 മടങ്ങ് ആശങ്കകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതിൻ്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഹ്യൂമാനിറ്റിക്ക് തന്നെ, മനുഷ്യത്വത്തിന് തന്നെ വെല്ലുവിളിയായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അധ്യാപകൻ ആവശ്യമില്ലാതെ, റെഗുലർ ടെക്സ്റ്റുകൾ ആവശ്യമില്ലാതെ എന്തും ചോദിച്ചാൽ മറുപടി പറയുന്ന ചാറ്റ് GPT-യും ജെമിനിയും ഡീപ് സീക്കും അതുപോലെയുള്ളതൊക്കെ ഒരു ഭാഗത്ത്, ആശയത്തേക്കാൾ കൂടുതൽ ആമാശയത്തെ പരിഗണിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയോടുകൂടെയുള്ള സാഹചര്യം മറുഭാഗത്ത്. ഇതിനിടയിൽ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ആത്മീയമായും പല നിലക്കുള്ള പ്രശ്നങ്ങൾ, പ്രധാനമായും 7 പ്രശ്നങ്ങളാണ്
പൊതുവിൽ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അൽ ഖൽബിയ, മെന്റലി മാനസികമായ പ്രയാസങ്ങൾ. അതുതന്നെ അൽ ആദിയ, ആദിയായ പ്രയാസങ്ങളുണ്ട്, സാധാരണയല്ലാത്ത പ്രയാസങ്ങളുണ്ട്. ഡിപ്രഷൻ, അൽ ഇക്തിആബ്, വിഷാദരോഗം ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വസ്വാസ്, മാഡ്നസ് വേറൊരു ഭാഗത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് സ്പിരിച്വലി, ആത്മീയമായ ദീനിയായ മേഖലയിൽ. അതുപോലെ ടെൻഷനാത്തുകൾ, പല നിലക്കുള്ള ടെൻഷനുകൾ വരുന്നുണ്ട്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ കാണാത്ത ഒരു സമയത്ത് പള്ളിയിൽ ദുഃഖിതനായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ മലിയറാക ഹസീന, എന്താ മോനെ ഒരു ടെൻഷൻ? ഏത് വിഷയത്തിലും ഇടപെടുന്ന നബി തങ്ങളോട് പറഞ്ഞു, ഹുമൂമുൽ ലസിമത്തിനി വദുയൂൻ, ഘടം കൊണ്ട് വിഷമിക്കുകയാണ് നബിയെ, വേറെയും ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളുണ്ട്. ഫിനാൻഷ്യലി, സാമ്പത്തികമായ പ്രയാസം, കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ, അത് മനുഷ്യനെ മതപൃഷ്ഠതയിലേക്ക് വരെ എത്തിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പ്രബലരെ ഉദ്ധരിച്ചു പറഞ്ഞതായി കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ദുആ പറഞ്ഞു കൊടുത്തു, മോനെ 8 കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അത് പാരായണം ചെയ്തു പ്രശ്നം പരിഹരിച്ചു എന്ന് പിന്നീട് ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞതായി കാണാം. 30 കാര്യങ്ങളെക്കുറിച്ച്, 30 മനസ്സിനെ വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവൽ ചോദിക്കാറുണ്ട് എന്ന് കാണാം. മറ്റൊന്നാണ് ഡൊമസ്റ്റിക്, അഹ്ലി, കുടുംബപരമായ പ്രശ്നങ്ങൾ. മൻസിലി, വീട് സംബന്ധമായ പ്രശ്നങ്ങൾ. ഒക്കുപേഷണലി, ജോലി സംബന്ധമായ ഇഹ്തിറാഫി, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രധാനമായും രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ അതിനുള്ള നിവാരണം ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. ആ നിവാരണങ്ങളൊക്കെ തദാവോ വലാ തദാവോ ബിൽ ഹറാം, നിങ്ങൾ ചികിത്സിച്ചോളൂ, ഹറാമു കൊണ്ട് ചികിത്സിക്കരുത് എന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു. എപ്പോഴാണ് അത് പറഞ്ഞത്? ഒരിക്കൽ നബി തങ്ങൾ ഒരാളെ കാണാൻ വേണ്ടി പോയി. ശക്തിയായ വേദന കൊണ്ട് വിഷമിക്കുന്ന, വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ആ വ്യക്തിയെ കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? നിങ്ങൾ എന്തെങ്കിലും അനുചിതമായ രൂപത്തിൽ റബ്ബിനോട് ദുആയിരുന്നിരുന്നു? അയാൾ പറഞ്ഞു, പടച്ചവനെ, ആഖിറത്തിൽ എന്നെ പരീക്ഷിക്കരുത്, എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അത് ദുന്യാവിൽ തന്നെ തന്നേക്കൂ എന്ന് ഞാൻ ദുആയിരക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മേലാൽ അങ്ങനെ ദുആയിരക്കരുത്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ, അതല്ലെങ്കിൽ വേദനകൾ, റബ്ബ് ഖളായിലൂടെ നൽകുന്ന വേദനകൾ, അത് ദുന്യാവിലും ആഖിറത്തിലാണെങ്കിലും സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഹല്ല ഖുൽത റബ്ബന ആതിന. എന്നിട്ടൊരു യഹൂദിയായ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഖതാദ തങ്ങൾക്ക് കണ്ടുകൊടുത്ത നബി സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹുവിന് വെട്ടേറ്റപ്പോൾ എല്ലാ നിലക്കും പരിഹാരം കാണിച്ച നബി തങ്ങൾ ഒരു യഹൂദിയായ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി പറയുകയോ? അത്ഭുതം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞതാണ്, തദാവൂ വലാ തദാവൂ ബിൽ ഹറാം, ചികിത്സിച്ചോളൂ, ഹറാമ് കൊണ്ട് ചികിത്സിക്കരുത് എന്നതാണ്. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം 10 മാർഗങ്ങളിലൂടെയാണ്. ആ 10 മാർഗങ്ങളിലെ 10ാമത്തെ വിഷയമാണ് നമുക്കുള്ള ഈ തൽസമാത്തി എന്ന വിഷയം. അതുകൊണ്ട് ബാക്കിയുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഖുർആൻ പാരായണം ശിഫയാണ്. മനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫ. അതെങ്ങനെ ഉപയോഗിക്കണം,
ഉസ്താദവറുകളുടെ സഫല, അതുപോലെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ഖുർആൻ തെറാപ്പി, അതുപോലെയുള്ള കിതാബുകളിലൊക്കെ ഖുർആൻ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാം എന്നുള്ളതിന് കൃത്യമായ മാതൃക കാണിക്കുന്നു. ഖുർആൻ ഓതൽ ശിഫയാണ്, ഖുർആൻ ഓതി ഊതൽ ശിഫയാണ്, ഖുർആൻ എഴുതൽ ശിഫയാണ്, ഖുർആൻ എഴുതി ചുമക്കൽ ശിഫയാണ്, ഖുർആൻ എഴുതി കെട്ടൽ ശിഫയാണ്, ഖുർആൻ എഴുതി കുടിക്കൽ ശിഫയാണ്. പല നിലക്കും ഖുർആൻ കൊണ്ടുള്ള ശിഫയുണ്ട്. ഇസ്തിഗ്ഫാർ അതിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരമായി പഠിപ്പിച്ചിട്ടുണ്ട്. ദുആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പറഞ്ഞിട്ടുണ്ട്. സ്വദഖ രോഗങ്ങൾക്കുള്ള ശിഫയായി പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമുൽ ലൈൽ വഅലൈക്കും ബിഖിയാമിൽ ലൈൽ ഫഇന്നഹ മത്റദത്തുൽ ലിദ്ദാഇ അനിൽ ജസദ്, ശരീരത്തിൽ രോഗം വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സ്പിരിച്വലി സൊല്യൂഷനായി തഹജ്ജുദ് നിസ്കാരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പലതുമുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ശൈബാനി തങ്ങളുടെ കാൽമുട്ടിൽ ഒരു മുറിവ്, കാല് മടക്കാൻ കഴിയുന്നില്ല. ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ കാണാറുണ്ട് കസേരകൾ, നടന്നു വന്നിരുന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. മസ്അല പണ്ഡിതന്മാരോട് പറയേണ്ടതില്ല. മുമ്പ് ഒരു വലിയൊരു ഹോസ്പിറ്റലിന്റെ പരസ്യം ഉണ്ടായിരുന്നു ഞങ്ങളെ ഭാഗത്തെ, മുട്ടുവേദനയുടെ മുമ്പിൽ മുട്ട് മടക്കരുത്. വലിയ പരസ്യമാണ്. ഒരു ദിവസം ആ ഹോസ്പിറ്റലിന്റെ ഓണർ, അയാളാണ് അതിന്റെ ഓണർ എന്ന് എനിക്കറിയില്ല, മഗ്‌രിബ് നിസ്കരിക്കാൻ ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ നല്ല ചികിത്സ കിട്ടും, അതിൻ്റെ പരസ്യം ഇങ്ങനെ കണ്ടുക്കുന്നു പറഞ്ഞപ്പോൾ അത് എൻ്റെ ഹോസ്പിറ്റലിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പരസ്യം പല രൂപത്തിലുണ്ടാവാം, എന്തെല്ലാം സംഭവങ്ങൾ. അപ്പൊ ഈ കാൽമുട്ടിന് ഭയങ്കര വേദന വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ശൈബാനി തങ്ങൾ, ബഹുമാനപ്പെട്ട ശൈബാനുർ റാഇ എന്ന മഹാനവറുകളെ പോയി കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ശിഫയാവാൻ നല്ലത് നിങ്ങളൊരു കിണർ കുഴിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മൂപ്പര് കിണർ കുഴിക്കാൻ വേണ്ടി ആളുകളെ ഏൽപ്പിച്ചു. ഇങ്ങനെ കിണറിങ്ങനെ കുഴിക്കുകയാണ്. 10-15 ദിവസമായി, മുറിക്ക് യാതൊരു ശമനമില്ല. എന്നാലും കിണറിന്റെ വക്കത്ത് പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവസാന ദിവസം അടിയുന്ന അനൗൺസ്മെന്റ് വെള്ളം കണ്ടു. ഇയാൾ സന്തോഷത്തോടു കൂടെ ഇങ്ങനെ കുനിയാൻ വേണ്ടി നോക്കുമ്പോൾ കാലിന്റെ പ്രശ്നവും വയ്ക്കും. ആ കിണറിൽ അവിടെ വെള്ളം വന്നോടുകൂടെ ഈ കാലിന്റെ മുറിവ് പോയി. ആ മുറിവും കിണറും വെള്ളം എന്താണ് കണക്ഷൻ എന്ന് ചോദിച്ചാൽ, ഈ അക്ഷരങ്ങളും ഹുറൂഫും പ്രശ്നങ്ങളും എന്താണ് ബന്ധം, ആ ബന്ധമായിരിക്കും ഈ ബന്ധവും എന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നം തീർന്നു. കാരണം എന്താ, പല വിഷയങ്ങളും പല പ്രതിഭാസങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. ഭൗതിക തലത്തിൽ പലതും നടക്കുന്നുണ്ട്. 9946001600 എന്ന് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചാൽ എനിക്ക് കോള് വരും. അതെങ്ങനെയാ? അതങ്ങനെയാണ്, അതൊരു പ്രതിഭാസമാണ്. വേറെ ചില നമ്പറുകൾ അടിച്ചാലോ അത് വേറെ ചില സംഭവങ്ങളായി വരും. അതുപോലെ 92792684 എന്ന് അടിച്ചു കൊടുത്താൽ വേറൊരു സാധനം വരും. അങ്ങനെ പല നമ്പറാത്തുകൾ നമ്മുടെ ഭൗതിക തലത്തിൽ നാം അതിൻ്റെ രഹസ്യം അറിയാതെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ പല സംഭവങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത്തരം വിഷയങ്ങൾ ആത്മീയ മേഖലകളിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നടക്കുന്നുണ്ട് എന്നതാണ് അതിനുള്ള മറുപടി. എന്നാൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ അത്തരം വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മുടെ വിഷയം വരുന്നത്. കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. 1 മണിക്കൂറാണ് അനുവദിക്കപ്പെട്ടത്, 58 മിനിറ്റേ പറയുള്ളൂ. തൽസമാത്ത്, തിൽസം, തിൽസിം, തുൽസും 13 ലുഗത്തുകളുണ്ട്. 13 ലുഗത്തുകളിലായി പ്രയോഗിക്കപ്പെടുന്ന 7 അർത്ഥങ്ങളിൽ വിശദീകരിക്കുന്ന ഒന്നാണ്.
തൽസമാത്തിന്റെ വിഷയത്തിൽ 4 വിഭാഗം ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന്, വരും പോലെ വരും, എല്ലാ നിലക്കും അനുവദനീയമാണ്, എല്ലാം അനുവദനീയമാണ് എന്ന് പറയുന്ന ആളുകളാണ്. പെരിന്തൽമണ്ണ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ഹോട്ടൽ വരും പോലെ വരും. കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ആ ഹോട്ടൽ കാണാനല്ല, അത് വരും പോലെ വന്നു പൂട്ടിയാണ്. അങ്ങനെ ചില സംഭവങ്ങൾ. ഒരു വിഭാഗം ആളുകൾ അത് തീരെ ശരിയല്ല, എല്ലാം ഹറാമാണ്. തൽസമാത്ത് എന്ന് പറഞ്ഞാൽ അത് സിഹറാണ്. അന മുത്തൽസിമുൻ എന്ന് പറഞ്ഞാൽ അന സാഹിറുൻ എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തീരെ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അവര് പറയുന്നത് ചിലതെല്ലാം ശരിയാണ്, ചിലതെല്ലാം ശരിയല്ല. അങ്ങനെ ഒരു മധ്യ നിലപാടിലുള്ള മൂന്നാമത്തെ ഒരു കക്ഷികൾ. നാലാമത്തെ വിഭാഗം നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല, നമ്മൾ ആ വിഷയം തൊട്ട് ഇല്ലേനും. അങ്ങനെ ഈ ഹൈദറൂൻ്റെ മരുന്നിൻ്റെ കഥ പറഞ്ഞ പോലെ ഗുണമല്ല ദോഷമല്ല, മരുന്ന് കുടിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിൽ ഒരാഴ്ചയിലും പിടിക്കും എന്ന് പറഞ്ഞ ആ ടീം. അങ്ങനെ 4 വിഭാഗം ആളുകളാണ്, ഫിർഖത്താണ്. നമ്മുടെ കേരളത്തിലെ കഥയല്ലേ പറയണത്. ആഗോളതലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലും ഈ കാലഘട്ടങ്ങളിലുമൊക്കെയുള്ള ആളുകളുടെ നിലപാടാണ്. തിൽസും എന്തും വായിക്കാം. ഒട്ടപ്പുറം സംവാദത്തിൽ കാനല്ലാത്ത് റജുലൻ സ്വാലിഹ എന്ന് പറഞ്ഞു. ഏറാബ് അറിയില്ല, ഈ ലാത്ത എന്ന് പറഞ്ഞാൽ മൊറബ മബിന എന്നുള്ളത് AP അബ്ദുൽ ഖാദർ മൗലവിക്ക് ഒരു ഇസ്കാൽ വന്നപ്പോൾ കാനല്ലാത്ത് പ്രശ്നമില്ലല്ലോ. അപ്പം ആ നിലക്ക് ലോത്തുകൾ പലതും ഉണ്ട്. കലിമത്തുൻ യുനാനിയ, അതൊരു ഗ്രീക്ക് പ്രയോഗമാണ്. മഅനാഹു അൽ ജുബ്റാൻ, പരിഹാരം എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഒരർത്ഥമാണ്. മറ്റൊരർത്ഥം തൽസം എന്നുള്ളത് ത്വാ, ലാമ്, സീന്, മീമ്, അത് തിരിച്ചിട്ടതാണ്. മുസല്ലത്ത്, ഉൽവിയായ ശക്തികളെ കൊണ്ട് സുഫ്ലിയായ ശക്തികളിലെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ജയിച്ചടക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് അല്ലേ. തിൽസിം എന്നുള്ളത് തിരിച്ചെഴുതിയാൽ മുസല്ലത്ത്, മീമ്, സീന്, ലാമുത്ത, സദ്ദും വന്നു പിന്നെ കൂടിയതാണ്. ഹർക്കത്തും മിറാബും ഇല്ലെങ്കിൽ എന്തും വായിക്കാറോ. അൽ മുത്തബക്കിൽ അലല്ലാ എന്ന് പറയുന്ന ആളുടെ ഒരു മുസ്തഷാറിന്റെ ചരിത്രം പറയാറുണ്ട്. നജ്മ്, ആ നജ്മ് അയാളുടെ യഹ്യ എന്ന കുട്ടിയുമായി സ്നേഹത്തിലായി. മോതിരത്തിൽ നജ്മുൻ അശിഖ യഹ്യ പുള്ളില്ല, നജ്മുൻ അശിഖ യഹ്യ പുള്ളിടാതെ എഴുതി. പിടിക്കപ്പെട്ടു, കൊലക്ക് വിധിച്ചു. അവസാനം എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ രാജാവിന്റെ കുട്ടിയെ പ്രേമിക്കുന്നുണ്ട്, എന്താ തെളിവ് എന്ന് ചോദിച്ചു. അത് നിങ്ങളെ മോതിരത്തിലുണ്ട് പറഞ്ഞു. എവിടെയെന്ന് ചോദിച്ചു. ദാ നജ്മുൻ അശിഖ യഹ്യ. അത് പറഞ്ഞു അതല്ല, അതൊരു തവസ്സുലാൻ. ബിഹാമീം ഐൻ സീൻ ഖാഫ് നജ്ജിനി, ഹാമീമിന്റെ വർക്കത്ത് കൊണ്ട്, ഐൻ സീൻ ഖാഫിന്റെ വർക്കത്ത് കൊണ്ട് നജ്ജിനി എന്നെ രക്ഷപ്പെടുത്തണം എന്നാണ്. പുള്ളില്ലെങ്കിൽ അങ്ങോട്ടും വായിക്കാം ഇങ്ങോട്ടും വായിക്കാം. നജ്മുൻ അശിഖ യഹ്യ എന്നും വായിക്കാം, പുള്ളിട്ടിട്ടില്ലെങ്കിൽ ബിഹാമീം ഐൻ സീൻ ഖാഫ് അതും വായിക്കാം. എന്ന് വെച്ചാൽ പല ലഫ്ളുകളും പല പ്രയോഗങ്ങളും പലതും കാണും. ആ കാണുന്നതിൻ്റെ ആശയങ്ങളും മഅനകളും പ്രത്യേകിച്ച് ഉസ്താദുമാരോട്, അറിയുന്ന ആളുകളോട്, നമുക്കിത് ക്ലാസ് എടുത്തു തരുന്ന ശൈഖവറുകളോടൊക്കെ വിഷയങ്ങളെക്കുറിച്ച് നിവാരണം നടത്താതെ വിഷയങ്ങളിലേക്ക് ഇറങ്ങാൻ പാടില്ല. അത് മറ്റൊരു വിഷയം. നേരത്തെ ഒളവട്ടൂർ ഉസ്താദ് അവറുകൾ പറഞ്ഞു. പല അർത്ഥങ്ങളും അതിനുണ്ട്. ഞാൻ അർത്ഥം വിശദീകരിച്ച് സമയം പോക്കുന്നില്ല. അശ്റത്തു അൻവാർ, അത്തിൽസിം, അത്തിൽസം, അത്തിൽസും, അശ്റത്തു അൻവാർ, 10 ഇനങ്ങളാണ്. ആ 10 ഇനങ്ങളിൽ 1 അർ-റഖമിയ്യ, 2 അൽ-ഹർഫിയ്യ, 3 അൽ-ലുഗ്വിയ്യ, 4 അശ്-ശക്ലിയ്യ, 5 അസ്-സുവരിയ്യ, 6 അൽ-ജൗഫിയ്യ, 7
അർ-റംല്, 8 അൻ-നജ്മ്, അൻ-നജ്മിയ്യ, ഔഫാഖ് എന്ന് തുടങ്ങിയിട്ടുള്ള 10 ഇനങ്ങളാണ് ഈ തെൽസമാത്തി വിഷയം ചർച്ച ചെയ്യുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ടത്. അതാണുള്ളത്. സാധാരണഗതിയിൽ സാങ്കേതിക ഭാഷയിൽ അധിക കിതാബുകളും നോക്കുമ്പോൾ പഴയകാല വരികളിലൊക്കെ നിറഞ്ഞു നിന്നത് സിഹറിനാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് വന്നപ്പോഴാണ് അല്ലാമ ഖറാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശദീകരിച്ചത്, തൽസമാത്ത് എന്ന് പറഞ്ഞാൽ അത് സിഹറാണ്, അതുകൊണ്ട് ജോലിയാവുക എന്നത് ഹറാമാണ്, അത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം എന്തേ? അവരുടെ നിരീക്ഷണത്തിൽ അവർ കണ്ടതും അന്ന് പ്രചാരത്തിൽ പലപ്പോഴും പലരും ഉപയോഗപ്പെടുത്തുന്നതും ആ ഒരു വിഷയമായിരുന്നു. അബൂ മഅ്ശരിൽ ഫലക്കി പോലെയുള്ള അന്നുള്ള കുറെ ആളുകൾ അത്തരം വിഷയങ്ങളുമായി രംഗത്ത് വന്നു. കൂട്ടത്തിൽ പറയാനുള്ളത്, അറബിയിൽ എഴുതിയത് മുഴുവനും അംഗീകരിക്കപ്പെടുന്ന കിതാബാണ് എന്നൊരിക്കലും നമ്മൾ ധരിക്കരുത്. വളരെയധികം ശ്രദ്ധയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ കാണേണ്ട വിഷയമാണ്. ആർത്തവരക്തം കൊണ്ട് ഫാത്തിഹ ഓതിയിട്ടുള്ള മഹബത്തിന്റെ അമൽ ചില കിതാബുകളിൽ കാണാം. ഉൾക്കൊള്ളാൻ കഴിയോ? 40,000 ചിരട്ട ഉപയോഗിച്ചൊരു കൂസ്മാൾട്ടി, ഞങ്ങളെ ഭാഗത്ത് അസ്മാവിന് കൂസ്മാൾട്ടി അറിയും, ഒരാൾ നടത്തുക. എന്നിട്ട് ആ 40,000 ചിരട്ടയിലേക്ക് ജീവനോടെ ഒരു പൂവൻ കോഴിയെ ഇടുക. എന്നിട്ട് അതിൻ്റെ റൂഹ് പോകാൻ സമയത്ത് അതിനെ എടുത്ത് അതിൻ്റെ കഴുത്ത് മുറിച്ച് അതിൻ്റെ തലച്ചോറ് ഫുലാനത്തിന് ഭക്ഷിപ്പിക്കുകയാണ്. ടിയാൻ പിന്നെ പിടിക്കപ്പെട്ടു, ടവറിന് റേഞ്ച് കൂടിയതിൻ്റെ പേര്. പോട്ടെ. അങ്ങനെ പല കാര്യങ്ങളും പല സംഭവങ്ങളും നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആയത്തുകൾ ഓപ്പോസിറ്റ് എഴുതിയിട്ട് ചില അമലുകൾ ചില സംഗതികളിൽ കാണാം. അത്തരം വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളുടെ മാനദണ്ഡം എന്താണ്? അതാണ് നേരത്തെ ഒളവട്ടൂർ ഉസ്താദ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ഒക്കെ ഉസ്താദ് അന്നൂർ സാത്യ പോലെയുള്ള കിതാബ് ഓതിക്കൊടുത്തിരുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവർ എപ്പോഴും വിഷയങ്ങൾ പറയാറുണ്ട്. ഈ വിഷയം അസ്മാഇന്റെ വിഷയത്തിൽ അവഗാഹം നേടിയ മറ്റൊരു പണ്ഡിതനെ കണ്ടത് ശൈഖുന അലി ഉസ്താദ് അവറുകളാണ്. ബഹുമാനപ്പെട്ടവരുടെ ശേഖരത്തിൽ ഏകദേശം 227 കിതാബ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സാഹ് പറയാണ്ട് ഫിഖഹിന്റെ കിതാബിനേക്കാൾ കൂടുതൽ ഞാൻ മുത്താല ചെയ്തതാണ്. പക്ഷെ ഒരു കുട്ടിക്കും ഒരു പനിക്ക് പോലും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. പക്ഷേ ഉസ്താദ് അവറുകൾ ചില കണ്ടീഷനുകൾ, 13 നിബന്ധനകൾ ഇതുമായി ബന്ധപ്പെട്ട് സേവന മേഖലയിലുള്ള ആളുകൾ പാലിക്കപ്പെടേണ്ടത് പറയാറുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 1-2 കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. അപ്പൊ ഇമാം ഖറാഫിയെ പോലെയുള്ള ആളുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ മുജീസീങ്ങളായ ആളുകൾ അതിന് ഉദ്ധരിക്കാറുള്ളത് ഒന്നേതാണ്? ബഹുമാനപ്പെട്ട മർവാൻ ഇബ്നു ഹക്കം റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത് സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. ആ ഹദീസിൽ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു. നിസ്കരിക്കാൻ വേണ്ടി കയ്യെട്ടി സഹാബത്തൊക്കെ ഉണ്ട്. ഒരാൾ തുമ്പിയപ്പോ ആ തുമ്പിയ ആളോട് യർഹമുക്കല്ലാഹ് തിരിഞ്ഞിട്ട് നിസ്കാരത്തിൽ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ബാക്കി സഹാബിൽ ഖൽഖിനോടുള്ള ഖിതാബ് പാടല്ലല്ലോ. ചിലവരില്ലാത്ത ആളുകളുണ്ട്. ഇപ്പൊ ഇമാമ് കുനൂത്ത് പറഞ്ഞപ്പോ ബാക്കിന്ന് സെക്രട്ടറി കുനൂത്ത് സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോ സഹാബത്തൊക്കെ കയ്യോണ്ട് കാലുകൊണ്ടൊക്കെ ആഞ്ഞൊക്കെ കാണിച്ചു നോക്കി. മാലക്കും തൻദുറൂന ഇലയ്യ, എന്താ നിങ്ങൾ എന്നിലേക്ക് നോക്കുന്നത്? അവസാന നിസ്കാരം കഴിഞ്ഞപ്പോ നബി തങ്ങള് വിളിച്ചു, മോനെ നിസ്കാരത്തിൽ സംസാരിക്കരുത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറയാണ്, വല്ലാത്തൊരു മുഅല്ലിം, മാ റഅയ്തു അഹ്സന, ഈ രൂപത്തിലുള്ളൊരു നല്ലൊരു മുഅല്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ വിശദീകരിച്ച് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ പരിചയക്കുറവാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ കാഹിനീങ്ങളുടെ അടുക്കലേക്ക്, ഗണിച്ചു പറയുന്ന ആളുകൾ, കണക്കൂട്ടി പറയുന്ന ആളുകൾ, അവരുടെ അടുക്കലേക്ക് പോവാറുണ്ട്. പോണ്ടാന്ന് പറഞ്ഞു. ചില ആൾക്കാരങ്ങനെ ചോദിക്കാറുണ്ട്. ഒന്നാൾ എനിക്കൊരാൾ വിളിച്ചിട്ട് ചോദിച്ചു, താനൂരിന്ന് 5 പവന്റെ മാല വേക്കണു, ആരാടുത്തത് പറഞ്ഞു. ഞാൻ എടുത്തിട്ടില്ല പറഞ്ഞു. നമുക്ക് അത്ര അറിയുള്ളൂ.
അങ്ങനെ ചില ആളുകളുടെ അടുക്കലേക്ക് പോവാറുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സ്റ്റോപ്പ് നബിയെ, ഞങ്ങൾ ചില ആളുകൾ യതതയ്യറൂന, പക്ഷിശാസ്ത്രം നോക്കി പക്ഷി ലക്ഷണം നോക്കി കാര്യങ്ങൾ വിലയിരുത്താറുണ്ട്, ചെയ്യണ്ടെന്ന് പറഞ്ഞു. വമിന്നാ മൻ യഹുത്തൂന, ചില ആളുകൾ വരക്കാറുണ്ട് പറഞ്ഞു. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്നോടിനെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വരണ്ടോന്ന് ചോദിക്കും. നോട്ടുക്കന വരയും കുറിയും കണ്ടിട്ടുള്ളൂ. അപ്പൊ വരണ്ടോന്ന് ചോദിക്കും. എന്നുവെച്ചാൽ വരക്കലുണ്ടോ, കള്ളി വരച്ചിട്ടൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, അത് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ വരക്കാറുണ്ട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കാന നബിയ്യും മിനൽ അംബിയാ യഖുത്ത് ഫമൻ വാഫഖ ഖത്തഹു ഫഹുവ ദാക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അംബിയാക്കളിൽ ചില ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ വരക്കാറുണ്ട്. ചില ആൾക്കൊരു വര മതി. സംഭവം അങ്ങനെ വലിയൊരു മഹാൻ, നമ്മൾ അനിയൻ്റെ ഒരു വിഷയത്തിൽ ഇങ്ങനെ എണീറ്റ് നിൽക്കാത്തൊരവസ്ഥ വന്നപ്പോൾ അയാളെടുത്ത് പോയി. അയാൾ ഒരു ഉറുക്ക് വന്നു. ആ ഉറുക്ക് തലയിണൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് ആൾ എണീറ്റ് നിന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ എഴുതിയതെന്ന് നമുക്കും അങ്ങനെ എഴുതി ആൾക്കാർക്ക് കൊടുക്കാമല്ലോ. വല്ല സുഖമില്ലാത്ത ആൾക്കാരിനൊന്ന് നോക്കി നോക്കുമ്പോൾ ഒരു വര മാത്രമാണ്, വേറൊന്നും കാണുന്നില്ല. അത് ചില വരകൾ അങ്ങനെ ഒന്ന് വരച്ചാൽ മതി. റിഫാൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് മൂപ്പരെ പ്രത്യേകത എന്താ പറഞ്ഞാൽ വിരലുകൊണ്ട് എഴുതുക. വിരലുകൊണ്ട് റിഫാൻ ഷെയ്ഖ് വിരലുകൊണ്ട് എഴുതുക. അതാണല്ലോ ചില ഇമാമിങ്ങളോ കിതാബുകൾ പറഞ്ഞു കാണാൻ, നിങ്ങളൊരു വീട്ടിൽ പോയാൽ അത് ഇറങ്ങുന്ന സമയത്ത് വല്ലാഹു മിൻ വറാഇഹി മുഹീത്ത് എന്ന് വിരൽ കൊണ്ട് ചുമരിൽ എഴുതുക. വജാലി മുബാറക്കന മഖൂൻസ്, എന്നാൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമ്പോൾ നമ്മളെ കൊണ്ടാണ് എന്നുള്ള അവർക്ക് ബോധ്യപ്പെടുന്നതൊക്കെ കാണാം. ഇമാം നസഫി വിശദീകരിച്ചതായി കാണാം. അപ്പോൾ റിഫാൻ ഷെയ്ഖ് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ എഴുതി പേപ്പറിൽ, ഒരു തുണിയിൽ. അപ്പം അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ ആളുകളുടെ പ്രശ്നം മാറും ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഒരാൾ ഇതേപോലെ വേറൊരാൾക്ക് എഴുതി കൊടുത്ത സാധനം ഇപ്പം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടി തേച്ചും വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇഫാൻ ഷെയ്ഖ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത് പോകില്ലായിരുന്നു. ഇത് എഴുതിയതാണ്, ഈ തുണി എഴുതിയതാണ് പറഞ്ഞു. അങ്ങനല്ലോ പഴയ കാലത്തൊക്കെ നോട്ടെടുക്കുമോ നോക്കുമല്ലോ, ഇങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ നടുവിൽ ഓട്ടണ്ട് പോകില്ല അറിയും. അപ്പോൾ നിങ്ങൾ തന്ന ഉഴുന്നുവടൻ്റെ നടുവിൽ അതിലും വലിയ ഓട്ടണ്ടായിട്ട് പോയില്ലേ നോക്കും. അങ്ങനെ പല കാലത്ത് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുജിസീങ്ങളായ ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. ചില ഇമാമിങ്ങൾ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഇമാം നബി തങ്ങൾ പറഞ്ഞു, ഫമൻ വാഫഖ ഖത്തഹു ഫഹുവ ദാക. പക്ഷെ ആ മുവാഫഖത്ത് എങ്ങനെ അറിയും? അറിയുകയാണെങ്കിൽ മുബാഹാണ്, പക്ഷേ അത് അറിയുകയില്ലല്ലോ. എന്നിട്ടത് കൊണ്ടുപോയി വെക്കുന്നതും അറിയുകയാണെങ്കിൽ മുബാഹാണെന്നാണ് രണ്ടാം പ്രാവശ്യവും പറഞ്ഞു. പക്ഷേ അതെങ്ങനെ അറിയാം? അങ്ങനെ അറിയുന്ന ചില ഇൽഹാമുകളെ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു വല്ല മേഖലയിലോ അറിയുന്ന ആളുകളാണെങ്കിൽ അറിയും എന്ന യഖീൻ ഉറപ്പുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം എന്ന അർത്ഥത്തിൽ ഇമാം നബവി തങ്ങൾ അത് വിശദീകരിച്ച് ശറഹ് മുസ്ലിമിൽ പറഞ്ഞതാണ് മുജീസീങ്ങളായ ആളുകൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ളത്. അത് ജനറലായിട്ടാണ് കാണാം, മൊത്തം വരെയും അനുകരിച്ചു. അപ്പൊ ഏതായിരുന്നാലും ഈ വിഷയത്തില് സാധാരണഗതിയിൽ ഉൽവിയായ അർവാഹുകൾ, ജിന്നുകളുടെ റൂഹുകൾ, ഔലിയാക്കളുടെ ആത്മാക്കൾ, മലക്കുകളുടെ ആത്മാക്കൾ, അതുപോലെയുള്ള ആളുകളുടെ ആത്മാക്കളെ വശീകരിക്കാനും അതല്ലെങ്കിൽ അവരെ സേവനം ചെയ്യിപ്പിക്കാനും അവരുടെ ഹിദമ സ്വീകരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്രിയകൾ എന്നാണ് പറയാറുള്ളത്. ഞാനിവിടെ പറയുന്നത് തീരുമാനമല്ല, ഓൺലി ഡിസ്കഷൻ, ബസ്, നോ കോൺക്ലൂഷൻ. ചർച്ചയാണ്, ആലിമീങ്ങളാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന 100ഉം 200ഉം കുട്ടികൾക്ക് ദർശനത്തിന് കുറേ ആൾക്കാരുണ്ട്. എൻ്റെ പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ ഇവിടെ ഉണ്ട്. പല തരത്തിലും പല മേഖലയിലുണ്ട്. നെല്ലിക്കുത്ത് ഉസ്താദ് ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഉപദേശം തരാറുണ്ട് എല്ലാ കുട്ടികളും വിളിച്ചിട്ട്. സക്കാഫികൾക്ക് അറിയാം, കുൻ മുദരിസൻ ഔ ഹതീബൻ ഔ മുക്രിയൻ ഔ സൂഫിയൻ വലാത്ത കുൻ ഹാമിസാൻ. ഒന്നുമില്ല നല്ലൊരു മുദരിസാവുക, അതല്ലെങ്കിൽ നല്ലൊരു ഹതീബ്, അല്ലെങ്കിൽ ഔ മുക്രിയൻ. മുക്രി പറഞ്ഞാൽ അക്രാ യുക്രി, ഇക്രാ ബഹു മുക്രി എന്നാണ്, മേൽനോട്ടം വഹിക്കുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ സ്വിച്ച് ഇട്ടാലും ഓരോ ഓഫ് ആക്കി പിന്നെ സ്വിച്ച് ഇടും, കാരണം നമ്മളാ ഇടണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ
ഔ സൂഫിയൻ, ഈ 4ാം കാറ്റഗറിയിലാണ് പലപ്പോഴും ഇത് പെടാറുള്ളത്. വലാത്തക്കുണ്ട് ഹാമിസ എന്ന. അപ്പോൾ പല മേഖലകളിലും ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ പലതും മുത്താല ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷെ കല്ലും നെല്ലും തിരിയണം. 10 കിസ്മുകളുണ്ട്. 1-2 പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 അൽ ഹർഫിയ, ഹുറൂഫുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, ചില അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആത്മീയമായ മേഖലയിലുള്ള ചികിത്സ, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഉദാഹരണം, വിശുദ്ധ ഖുർആനിലെ കാഫ് ഹായ ഐൻ സാദ്. വഹാബി പറയും ഖുർആൻ ജനങ്ങളെ നന്നാക്കാനുള്ളതാണ്, അതിന് മാത്രമേ ഉപയോഗപ്പെടുത്താവൂ, ചികിത്സക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് പറയാറുണ്ട്. കാഫ് ഹായ ഐൻ സാദ് എങ്ങനെ പതോട്ട് പോയാൽ പറയാം, എങ്ങനെ ഉപദേശിക്കാം? അപ്പൊ കാഫ് ഹായ ഐൻ സ്വാദ് അലിഫ് ലാം മീം റാ ഹാ മീം ഐൻ സീൻ ഖാഫ്, അതെന്തിനാണ്? അതിന്റെ ഹിക്മത്ത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ, അത് ശിഫക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കൂടിയാണ് എന്നതാണ്, അതിനാണ് എന്നുള്ളതല്ല. ഇദാ വറദത്തിൽ റിവായാതു വജബ അലൈനൽ ഹംല അലൽ കുല്ല്. വ്യത്യസ്ത തഫ്സീറുകൾ വന്നാൽ വൈരുദ്ധ്യമായി തള്ളാതെ വൈവിധ്യമായി അംഗീകരിക്കണമെന്നാണ്. ഇഖ്തിലാഫു തലാദ്, ഇഖ്തിലാഫു തനവ്വുഅ്, മദാഹിബുകൾ തമ്മിൽ വൈരുദ്ധ്യമല്ല, ഇഖ്തിലാഫു തനവ്വുഅ് വൈവിധ്യമാണ്. വൈരുദ്ധ്യമായി തള്ളാതെ വൈവിധ്യമായി കൊള്ളണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹുറൂഫുകൾ, ആ ഹുറൂഫുകൾ ചില ദിക്റുകളുടെ, ചില ഇസ്മുകളുടെ ഷോട്ടീകരണമാണെങ്കിൽ ആ ഷോട്ടീകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില സംഭവങ്ങൾ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖനിയ്യുൻ നാബൽസി റളിയല്ലാഹു അൻഹു വിശാലമായി ആ വിഷയത്തിൽ ഒരു കിതാബ് തന്നെ, അസ്റാറുൽ ഹുറൂഫ് എന്ന പേരിൽ ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇത്തരം അസ്മാഉൽ ഹുസ്നയുടെയും ഹദീത്തിൽ വാരിദായ ദിക്റുകളുടെയും അതുപോലെയുള്ള വിഷയങ്ങളുടെയും ഷോട്ടീകരണത്തിലാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞവർ ഉണ്ട്. ബഹുമാനപ്പെട്ട ദാനിയാൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക്, ദാനിയാൽ നബി എന്ന് പറഞ്ഞാൽ അഥവാ ആരെങ്കിലും കിണറ്റ് ചാടിയാൽ ചെല്ലേണ്ട ഒരു ദിക്ർ തുർമുദിയിലുണ്ട്. പഴയ കാലത്തൊക്കെ അങ്ങനെ കിണറ്റ് ചാടിയെന്ന് ഈ പുറം തെറ്റൊക്കെ തട്ടിയിട്ട് അങ്ങനെ അഥവാ കിണറ്റിൽ വീണു നിൽക്കുക, എന്നാൽ അവിടെ കിടന്ന് ചെല്ലേണ്ട ഒരു ദിക്റാണ് അഊദു ബിദാനിയാൽ എന്ന് പറഞ്ഞിട്ട് മിനൽ ജബ്ബി എന്നൊക്കെ പറഞ്ഞിട്ട് ദിക്റാണ് തുർമുദിയിൽ. ഈ ദാനിയാൽ നബിയെ കുറിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ചില റിസാലകളും സുഹുഫുകളും നൽകപ്പെട്ടിട്ടുള്ള മഹാനാണ് ദാനിയാൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ദാനിയാൽ നബിയിലേക്ക് മൻസൂബായിട്ടുള്ള ചില പ്രയോഗങ്ങൾ ചില കിതാബുകളിൽ അലാമ അഹ്മദുൽ അംതാക്കിയെ പോലെയുള്ള, അലാമ ഖൽയൂബിയെ പോലെയുള്ള, അലാമ തുഹിയെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹുറൂഫുകളുടെ ഈ ഹർഫിയായ തൽസമാത്തിൽ പരിഗണിക്കേണ്ടവയും അവഗണിക്കേണ്ടവയും ഉണ്ട്. പരിഗണിക്കേണ്ടവയാണ് ഈ പറഞ്ഞത്, അവഗണിക്കേണ്ട ധാരാളം ഉണ്ട്. 2 ന്യൂമറിക്കലി അർറഖമിയ്യ, അക്കങ്ങൾ, അബ്ജദിയായ അക്കങ്ങളും അതുപോലുള്ള അക്കങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ജമൽ കബീർ, ജമൽ സഗീർ, ന്യൂമറിക്കൽ, ന്യൂമറോളജി. ആ അക്കങ്ങൾ പലതിനെയും കുറിക്കാറുണ്ട്. കഹീൽ 7 എന്നടിച്ചു കൊടുത്താൽ ഗൂഗിൾ നമുക്കൊരാളെ പരിചയപ്പെടുത്തി തരും. അബ്ദുദ്ദാഇമുൽ കഹീൽ ഒരു അമേരിക്കൻ മുഹന്ദിസാണ്. ഇംഗ്ലീഷിലുണ്ട്, അറബിയിലും കിട്ടും. കഹീൽ 7 ബാർ AR എന്നടിച്ചു കൊടുത്താൽ അറബി അല്ല ഇംഗ്ലീഷ്. അസ്റാറുൽ ഇഅദാദ്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എണ്ണങ്ങളുടെ സിറുകൾ എന്നൊരു കിതാബും പരിക്കുണ്ട്. ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒരുപാട് മാലൂമാത്തുണ്ട്. ഇപ്പൊ ഖുർആൻ എത്ര മക്കിയുണ്ട്, എത്ര മദനിയുണ്ട്, അൽ ബഖറയ്ക്ക് നോക്കിയാൽ മതി. അൽ ബഖറയിൽ 286 ആയത്താണ്. അതിൽ ഇപ്പുറത്തെ 2 എടുക്കുക, 86. ഇപ്പുറത്താവുമ്പോ 28. അങ്ങനെ 86 എന്നെടുത്താൽ മക്കിയുടേതായി. അല്ല, ഈ തൈയിൽ നിന്ന് 2 28 എടുത്താലോ അത് മദനിയായി. 28 മദനി, 28 മക്കിയാണ്. നബി തങ്ങൾ എന്നാ ഹിജറ പോയത്?
സൂറത്ത് മുഹമ്മദ് 13-ാമത്തെ ആയത്ത് 53 അക്ഷരായിരിക്കും. ഹിജറയെ പറ്റി പറയുന്ന ആയത്താണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങളുള്ള സംഭവമാണ്. എണ്ണങ്ങൾക്ക് പല സിറുകളുണ്ട്. തസ്ലീത്ത് സുന്നത്താണ്. എന്തുകൊണ്ട്? 3 പ്രത്യേകത ഉണ്ട്. ആഴ്ച അല്ലാഹു 7 എന്ത്? 7 പ്രത്യേകത ഉണ്ട്. നിസ്കാരങ്ങൾ 17 ടോട്ടൽ റക്അത്ത്. എന്ത്? അതിന് പ്രത്യേകത ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു അസ്റാറുൽ അഅദാദ് എന്നൊരു കിതാബ് തന്നെ കാണാം. ആ കിതാബില് ഓരോ അക്കങ്ങളുടെയും സിറുകൾ പറയുന്നു. എന്നാൽ ആ അക്കങ്ങൾ പ്രയോഗതലത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ 756 ഒരൊറ്റ തിന്നല, എന്തേ ബിസ്മില്ലീന്റെ സ്ഥാനത്താണ്. ആ കാര്യമുണ്ടോ? അത് കാര്യമില്ല. എന്നാൽ എഴുതി കൊടുക്കുമ്പോഴും ശുറൂത്തുകളുണ്ട്. ഒരാൾക്കൊരു വിഷയം എഴുതി നമ്മൾ പരിഹാരത്തിന് കൊടുക്കുകയാണെങ്കിൽ അതിന് നിബന്ധന ഉണ്ട്. ആ എഴുതി കൊടുക്കപ്പെടുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പല കാര്യങ്ങളും അത് ഏശണമെങ്കിൽ അതിൻ്റെതായ നിബന്ധനകളുണ്ട്. പല സംഭവങ്ങളുണ്ട്, ശുറൂത്തുകളുണ്ട്, ആദാബുകളുണ്ട്, തിരിയേണ്ട ദിശയുണ്ട്. അതുപോലെ അവരുടെ ബ്ലഡ് ഏതാ നോക്കേണ്ടതുണ്ട്, മിസാജ് നോക്കേണ്ടതുണ്ട്. പല സംഭവങ്ങളും പലതും പല കിതാബുകളിലുണ്ട്. ആ കിതാബുകളിൽ തന്നെ പല കിതാബുകളിലും അവഗണിക്കേണ്ട, ചില നേരത്തെ സൂചിപ്പിക്കപ്പെട്ട കുറെ കിതാബുകളുണ്ട്. പരിഗണിക്കേണ്ടത് ഇമാമിങ്ങൾ പറഞ്ഞ സംഭവങ്ങളുണ്ട്. എന്തോ ആവട്ടെ. എന്നാൽ ഈ അർഖാമിൽ തന്നെ ആവശ്യമില്ലാത്ത ആശങ്കകൾ ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അതാണ് ന്യൂമറിക്കൽ ആസ്ട്രോളജി, സംഖ്യാ ജ്യോതിഷം. നമ്മൾ വീടിന്റെ ചുറ്റളവൊക്കെ നിർബന്ധിക്കാറുണ്ട് പലരും. നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം. വാസ്തുശാസ്ത്ര പ്രഹീളിക എന്ന് പറയുന്ന പുസ്തകത്തിലാണ് 49 എന്തുകൊണ്ട് ഉത്തമം, 53 എന്തുകൊണ്ട് മരണം, മറ്റേതെന്താ മഹാമരണം, മധ്യമം, തിഥി, മറിച്ചത് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഏറ്റവും കൂടിയ നീളത്തെ ഏറ്റവും കൂടിയ വീതിയിൽ പരസ്പരം കൂട്ടി 2 കൊണ്ട് ഗുണിച്ച് 72 കൊണ്ട് ഹരിക്കുക എന്നൊക്കെ പറഞ്ഞ സംഭവം. ആ സംഭവത്തിൽ നിന്ന് ഇപ്പോൾ ആശാരിമാരെന്നെ മാറിയ പോലാണ്. വാസ്തു നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട് ഒരാൾ തൗബ ചെയ്ത് കണ്ട്. അതുപോലെ വാസ്തുശാസ്ത്രം പൊരുളും പൊരുത്തക്കേടും എന്ന് പറഞ്ഞിട്ട് ചങ്കൻ ആശാരി അയാളും തൗബ ചെയ്ത് കണ്ട് പുസ്തകം ഇറക്കി. അപ്പോഴും നമ്മളൊരു ഭാഗത്ത് പൊളിപ്പിക്കാൻ നടക്കുകയാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ചിലതൊക്കെ ഒരു ഔട്ട് ഫാൻ കൊണ്ട് ഫിറ്റ് ചെയ്താൽ ശരിയാകണതാണ്. കടം വീടാൻ വേണ്ടിയിട്ടാണ് ഉസ്താദിനെ കൊണ്ടുപോയിട്ടുണ്ടാകുക. ഉസ്താദാണെങ്കിലും മൊത്തം പൊളിപ്പിച്ചുകൊണ്ട് ശരിയാക്കുമ്പോൾ വീണ്ടും കടത്തിലാക്കും. നാളെ ഒരാൾ പറഞ്ഞു, കുത്തുബിയത്ത് ഈ കടം വീടാൻ വേണ്ടിയിട്ട് കുത്തുബിയത്ത് നിർച്ചയാക്കിയിട്ട് 5000 കൂടിയും കടയ്യാറുണ്ട്. അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. ന്യൂമറിക്കൽ ആസ്ട്രോളജി, സംഖ്യാ ജ്യോതിഷത്തിന്റെ ഭാഗമായിട്ടാണ്. ആ വിഷയം കിതാബുൽ ഹിന്ദ് എന്ന കിതാബിൽ അബുർ റൈഹാൻ അൽ ബിറൂനി വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് എങ്ങനെ വന്നു. ഞാൻ ആ വിഷയം പഠിക്കാൻ വേണ്ടി മൊറോക്കോ പോയിരുന്നു. മൊറോക്കോയിലാണ് ആ വിഷയം ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടുന്നത്. അവിടെ അവലംബിക്കാറുള്ള നിസ്ബത്ത് ദഹബിയ എന്ന് പറയും, ഗോൾഡൻ റഷ്യോ, സുവർണാനുപാത ബിന്ദു എന്ന് കാണാം. അതിന്റെ കണക്കൊക്കെ നെറ്റിൽ നോക്കിയാൽ പഠിക്കാവുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അതാണ് റഖമിയായത് എന്ന് പറയുന്നത്. ചിലത് ലോവിയായ വിഷയങ്ങൾ, ചില ഭാഷകൾ മറ്റു ഭാഷകളിൽ നിന്ന് കടമെടുത്തുകൊണ്ട്, അതുപോലെ മറ്റു പല പ്രയോഗങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ടുള്ള തിൽസമാത്തുകൾ. ആജമിയായത് അലല്ല സഹിബ് പാടില്ല എന്നുള്ളതാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഫത്താവൽ ഹദീഥിയയിൽ കാണാം. മറ്റൊന്നാണ് സുവരിയ. ആളുകളുടെ രൂപമുണ്ടാക്കി ആ രൂപം മെഴുകുകൊണ്ടോ മറ്റോ അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് പ്രത്യേകം ആവാഹിച്ചുകൊണ്ടുള്ള ചില ക്രിയകൾ. ലാനല്ലാഹുൽ മുസവ്വിരീൻ, സൂറത്തുണ്ടാക്കിക്കൊണ്ടുള്ളവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പരിധിയിൽ അത് വരുമെന്ന് ഇത് അനുവദിക്കുന്ന ആളുകൾ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത് ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ അലി ഉസ്താദ് അവറുകൾ ഒരാളെ അത് ആ വിഷയം പറഞ്ഞു വല്ലാതെ ശാസിച്ചതായി തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സൂറത്തുണ്ടാക്കിക്കൊണ്ട് പലരും ചെയ്യാറുണ്ട്.
ഈ ചെയ്തു കൊടുക്കുന്ന സമയത്ത് വേറൊരു വിഷയമുള്ളത്, ഈ വരുന്ന ആളുടെ ആവശ്യം എന്ത്? ഹാജി, തഹ്സീനി, ലറൂരി 3 കാറ്റഗറിയിലാക്കിയിട്ട് ലറൂരിയായ വിഷയവുമായി ബന്ധപ്പെട്ടത് ലറൂറത്തിന്റെ ഹാലത്തിൽ ചെയ്യേണ്ട ചില കർമ്മങ്ങൾ, ഹാജിയായ ആ കാര്യങ്ങൾക്ക് ഹാജിയായി ചെയ്യേണ്ട കാര്യങ്ങൾ, തഹ്സീനിയായി വരുന്ന കാര്യങ്ങൾക്ക് തഹ്സീനിയായി ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പോ ആ വിഷയമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ അറിയേണ്ടതാണ് എന്നാണ് സാന്ദർഭികമായി ഉണർത്താൻ. മറ്റൊന്നാണ് ജൗഫിയ, ഉള്ളിലുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ. നിധി, ഒരുപാട് ആളുകൾ നിധി അന്വേഷിച്ച് പോവാറുണ്ട്. 13 ലക്ഷം റുപ്യ പോയ ഒരാളെ ഞാൻ കണ്ടുന്നാൾ. നിധി തെരഞ്ഞിട്ട് 13 ലക്ഷം റുപ്യ. ഒരാൾ വരും, അയാൾ വന്നിട്ട് പറഞ്ഞു 4 മീറ്റർ കുഴിച്ചാൽ, 4 കോല് കുഴിച്ചാൽ, ആ 4 കോല് കുഴിച്ചാൽ അവിടുന്ന് ഒരു സാധനം കിട്ടും. അത് കിട്ടിയ ഉടനെ 1 ലക്ഷം തരണം. പിന്നെ 4 കോല് വിൽക്കുമ്പോൾ വേറെ സാധനം കിട്ടും, അത് എന്നാൽ 1 ലക്ഷം തരണം. അങ്ങനെ പിന്നെ 2 ലക്ഷം, 3 ലക്ഷം, അങ്ങനെ 13 ലക്ഷം. ആ 13ാമത്തെ ലക്ഷം കൈമാറിയിട്ട് അടുത്ത കുഴി ഒഴിക്കുമ്പോഴാണ് ഇയാൾ പതുക്കെ കന്തൂറയിൽ നിന്ന് ഇങ്ങനെ സാധനം ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇട്ടത് മാന്തുക. എന്നിട്ട് അതിൻ്റെ കുറേ താഴെ സാധനം ഉണ്ട് എന്ന് പറയുന്നത്. ഇടയ്ക്ക് പറയുന്നതാണ് ശൈത്താൻ അങ്ങോട്ട് വലിച്ച് അപ്പുറത്തേക്ക് അയക്കണം. നിധി ഉണ്ടോ? നിധി ഉണ്ട് എന്ന് കരുതിയിട്ട് അവനാൻ്റെ തൊടുവിൽ നിധി ഉണ്ടോ എന്നുള്ളത് ആരാനെ കൊണ്ട് നോക്കിക്കാണ്ട് വെറുതെ ലക്ഷം കൊടുത്തുകൊണ്ട് നാസാക്കണ്ട, ആളെ കടന്നോട്ടെ. അപ്പൊ അതിന് ചില ക്രിയകൾ കിതാബുകളിൽ കാണാറുണ്ട്. വെള്ളം നോക്കാൻ അംബാത്തുൽ മിയാഹ്, നബത്തിന്റെ എമ്മാണ് അംബാത്ത്, കറഹിയുടെ കിതാബുണ്ട്. ഗോവിന്ദപിള്ള കോഴിത്തട്ട എന്ന് പറയുന്ന ആളുടെ ജലപരിജ്ഞാനം എന്ന് പറയുന്ന കിതാബിൽ കാണാം, പുസ്തകത്തിൽ കാണാം. ഇതിന്റെ വിഷയം ഒന്നെനിക്ക് കിട്ടിയത് കർജിയുടെ കിതാബിൽ നിന്നാണ്. കർഹി, ഹാ ഉച്ചരിക്കാൻ കഴിയൂലല്ലോ, കർജി അങ്ങനെയാണല്ലോ. എം വി രാഘവൻ വലിയ മുട്ടല്ലക്കാട്ടി എട്ടര പ്രശ്നം എന്ന് പറഞ്ഞു. കാരണം ഒരിക്കൽ എന്താ പറഞ്ഞാൽ മുത്തല്ലക്കാത്ത് എന്നറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന പല സംഭവങ്ങളുണ്ട്. പറ്റുമല്ലേ എന്നുള്ളതല്ല പറഞ്ഞത്, അങ്ങനെ ഉണ്ട്. വേറെ എന്താണ് ഔഫാഖ്. ഇബ്നു അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അത് തൽസമാത്തിന്റെ കിസ്മിൽപ്പെട്ടാണ് വേറെ കിതാബ് കാണാം. ഈ ഔഫാഖിന്റെ ഹുക്ം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു അജർ തങ്ങൾ പറഞ്ഞത് അത് മുബാഹിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ കുഴപ്പമില്ല. ഫത്താവൽ ഹദീസിന്റെ 17ാമത്തെ പേജിൽ കാണാം. അതല്ലെങ്കിൽ അത് മുഹറമായതിൽപ്പെട്ടതാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ ആകത്തുക തൽസമാത്ത് എന്നുള്ളത് സിഹറിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിന്റെ ഖിസ്മിൽ ശറഈ വിരോധിക്കാത്തതോ ശിർക്കുമായി ബന്ധപ്പെടാത്തതോ മുഹറമല്ലാത്തതോ ആയ അസ്മാഇകൾ, ദിക്റുകൾ അതുപോലെയുള്ളത് കൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ ആ ഉപയോഗപ്പെടുത്തുന്നത് ശറഈൽ വിരോധിക്കപ്പെട്ടതല്ല എന്ന് ഇബ്നു അൽ ഹൈതമി തങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വെച്ചു, ഖറാഫി പറഞ്ഞതോ തൽസമാത്ത് അലൽ ഇത്ലാഖ് ഹറാമാണ് എന്ന തരത്തിൽ ഖറാഫി ഇമാം പറഞ്ഞതോ ഇബ്നു അൽ തങ്ങൾ പറയാൻ, ആ പറഞ്ഞത് അത് സിഹറുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതിൻ്റെ മേൽ ഹംല് ചെയ്യണം എന്ന് തന്നെ അവിടുന്ന് വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ആലിമീങ്ങളെ, എല്ലാവർക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരാണ്. പക്ഷേ ഇസ്തിലാഹ് അറിയാത്ത കിതാബുകൾ നോക്കരുത്. ഇബ്നുൽ അറബി വേറെ, മാലിക്കി മദ്ഹബുകാരൻ, തുർമുദിയുടെ ശാരിഹ്, അലിഫ്ലാം ഉള്ളത്. ഇബ്നു അറബി സൂഫിയായ പണ്ഡിതന് വലിയ മഹാനാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ കിതാബ് ഇസ്തിലാഹ് അറിയാത്തവർ നോക്കൽ ഹറാമാണെങ്കിൽ ഇബ്നു അൽ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത്തരം മുതസവ്വിഫായ കഴിഞ്ഞുപോയ കാര്യങ്ങളിലുള്ള തസവ്വുഫിന്റെ മേഖലയിലുള്ള ആളുകൾ എഴുതിയ കിതാബുകളിലെ പരാമർശങ്ങൾ തിരിയാതെ അതുമായി അർത്ഥം വെക്കാനോ ഉപയോഗപ്പെടുത്താനോ പോവരുത്.
ഡിക്ഷണറി നോക്കി അർത്ഥം വെച്ചാൽ കാണൂല. ഇപ്പൊ കാണാം അൽ മുഅ്തമദ് എന്ന് പറഞ്ഞിട്ട് ഒറ്റമൂലിയെ പറ്റി പറയുന്ന കിതാബ്, 6000 ഒറ്റമൂലികൾ പറയുന്ന കിതാബാണ് അബൂ യഹ്യ അൽ ഖസ്സാനിയുടെ അൽ മുഅ്തമദ് പറഞ്ഞ കിതാബ്. ആ കിതാബിൽ ഇങ്ങനെ നോക്കിയാൽ കാണാം ഓരോ മരുന്ന് പറയുന്നിടത്ത് ഈ മൂക്കിലെ ദശ പോണ വിഷയം പറയുന്നിടത്ത് കാണാം റിജിലുൽ ഖുറാബ്, അത് പുകപ്പിക്കുക. ആ ഇബാറത്ത് കണ്ടിട്ട് ഈ ദശയുള്ള ഒരാൾക്ക് കാക്കനെ എങ്ങനെയൊക്കെ കെടിയിച്ച് പിടിച്ചിട്ട് കാല് കരിച്ച് മണിപ്പിച്ചിട്ട് ആകെ പ്രശ്നമാക്കിയിട്ട് ഒരാൾ വിളിച്ചിരുന്നു. അവിടെ റിജിലുൽ ഖുറാബ് എന്ന് പറഞ്ഞാൽ അതൊരു ചെടിന്റെ പേരാണ്. അത് ഡിക്ഷണറിയിലൊക്കെ കാണൂല. മൊയൽ ചെവിയൻ എന്ന് പറഞ്ഞിട്ടൊരു ചെടിയില്ലേ, അതിൽ തന്നെ കാണാം ബാസൂറിന്റെ ചികിത്സ പറയുന്നിടത്ത് അഖറബ്, ആ അഖറബ് കരിക്കണ വിഷയം പറയാം. അത് അഖറബ് പറയുന്നത് വേറെ ഒരു ചെടിയുടെ പേരാണ്. അപ്പൊ അങ്ങനെ ഈ ചികിത്സയുടെ കിതാബിലെ ചില പ്രയോഗങ്ങൾ അതിന്റെ അർത്ഥം അറിഞ്ഞോളണമെന്നില്ല. ഇപ്പൊ ഷെയ്ഖ് നസർ എന്ന് പറഞ്ഞ ഫത്ഹുൽ മുഈനിലടക്കം പരാമർശിക്കപ്പെട്ട വലിയ മഹാനാണ്. ആ ഷെയ്ഖ് നസറിന്റെ ഒരു പരാമർശം കാണാം, അഷ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്ലീസിന് സലാത്തും സലാമും ഉണ്ടാവട്ടെ എന്നാണ് നൂരിശക്കാരെ അർത്ഥം വെച്ചത്. സംഭവം എന്താ? അഷ്ഹദു, ഞാൻ എനിക്കുള്ളിൽ ബോധ്യപ്പെട്ട ഒരു കാര്യം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു പറയുകയാണ്. അല്ലാ ഇലാഹ ലക്കും, നിങ്ങൾക്കൊരു ഇലാഹും കാണുന്നില്ല, നിങ്ങളെല്ലാം വിധേയപ്പെടുത്തുന്നത് ഇബ്ലീസിനാണ്. അലൈഹിസ്സലാത്തു, നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിലും അല്ലാഹ്ക്കല്ല, ഇബ്ലീസിനാണ് നിസ്കരിക്കുന്നത്. സലാം പറയുന്നതോ അതും ഇബ്ലീസിനാണ്, മാനം നേടാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടല്ല. ഇതാണ് അതിന്റെ ആശയം. അപ്പോ ഇങ്ങനെയുള്ള കിതാബുകളിൽ അറിയുന്ന ഇസ്തിലാഹികളെ കുറിച്ചൊരു വിവരമില്ലാതെ അതിൽ കണ്ട സംഗതികളൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് കമ്മട്ടൻ അടിച്ചു വീശിയാല് പോയാ പോട്ടെ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതൊന്ന് ചെയ്തു നോക്കി. ചില ഡോക്ടർമാരെടുത്ത പോയണ്ടല്ലോ, ഇതൊന്ന് കുടിച്ചു നോക്കുക അറിയും. കാരണം അന്ന് കൊടുന്ന മരുന്നായിരിക്കും, അത് ഇയാളെ വേല പരീക്ഷിക്കുകയാണ്. വടിയായാലും മൂപ്പരല്ലേ വടിയാകുക, നമുക്ക് പ്രശ്നമല്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ. നമ്മളെഴുതുന്നത് ഓ നല്ല ഡോക്ടറാണ്, ഫ്രീ ആയിട്ട് മരുന്ന് നിൽക്കുകയാണ്. ആ മരുന്ന് എന്താണ്, ഒരാഴ്ച കഴിഞ്ഞ് വിവരം പറയാനാണ് അറിയണത്. ഇയാൾ വടിയേക്കണോ അല്ലേ, ഉള്ളിൽ വല്ല ഡാമേജ് ഉണ്ടായിക്കണോ അല്ലേ എന്നുള്ളത് പരീക്ഷിക്കുകയാണ് ഇയാളിലൂടെ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലുള്ള ചികിത്സകൾ ഉസ്താദ് അവരുടെ കിതാബുകളിൽ ഒരുപാട് മരുന്നുകളെ പറ്റി പറയുന്നുണ്ട്. ആ മരുന്നുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ മരുന്ന് ഏതാണെന്നുള്ളത് അറിയണം. ഉസ്താദിൽ നിന്ന് തന്നെ സംശയം ചോദിക്കണം. അങ്ങനെ ചോദിച്ചിട്ട് അതിൻ്റെതായ വിഷയങ്ങൾ കൃത്യമായി പറയാം. ഇപ്പോ അൽഫിയത്തു തിബ്ബ് മുഈനത്തുൽ മആനി സമ്മൈതുഹാ മുഈനത്തുൽ മആനി ഫി സിൻഅത്തി തിബ്ബി മിനൽ ഇഖ്വാനി. 1000 ബൈത്ത് യുനാനി മാത്രമല്ല പല സംഭവങ്ങളെ പറ്റി പറയുന്ന സംഭവങ്ങളാണ്. എൻ്റെ ക്ലാസ്സുകളിൽ കേട്ട പല ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. 60ഓളം ക്ലാസ്സുകൾ ഇരിക്കുന്ന വിഷയം. അപ്പൊ അതിലൊക്കെ കുറേ വിഷയങ്ങൾ കാണാം. ആ വിഷയങ്ങൾ കാണുമ്പോൾ അതിൽ എന്താണ് സംഭവങ്ങൾ, എന്താണ് അതിൻ്റെ വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നേതൃത്വം നൽകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട 6-7 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി വേണ്ടത് ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു, അള്ളാനെ പേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ പടപ്പുകളെയും കൂടി പേടിയില്ലാത്ത പോലെ തഖ്വ, സൂക്ഷ്മത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളൊരു കാര്യം ഒരാൾക്കൊരു അമല് ചെയ്തു കൊടുത്താൽ ഫലിക്കണമെങ്കിൽ, മയ്യത്ത് നിസ്കരിച്ചാൽ സഹീഹായ ആളോട് ഖൽബിൽ ഖില്ലില്ലാതിരിക്കണം എന്നാണ്. ഏട്ടനോട് തെറ്റ്, അഞ്ചനോട് തെറ്റ്, അമ്മായിമാനോട് തെറ്റ്, അമ്മോസാക്കാനോട് തെറ്റ്. ചില ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട്. പെരപ്പണിക്ക് പൈസ തന്നില്ല, തന്നത് പോയിച്ചില്ല. നിങ്ങൾ ആലോചിക്കണം, ഒരാൾക്ക് ഒരു ഹ്യൂമൻ വാല്യൂ നമ്മുടെ ഭൗതിക നിയമം അനുസരിച്ച്, വേൾഡ് റേഷ്യോ വാല്യൂ, ഹ്യൂമൻ വാല്യൂക്ക് അനുസരിച്ച് 250 കോടിയാണ് ഈ നിൽക്കുന്നത്. ശരിയ ആക്ട് പ്രകാരം 450 കോടിയാണ് ഒരാൾക്ക്. ഒരു പല്ലിന് 5 ഒട്ടകം, അപ്പൊ 32 പല്ലിന് എത്രയായി? അങ്ങനെ ടോട്ടൽ കണക്ക് കൂട്ടിയാൽ 450 കോടിയാണ്. അപ്പൊ സവ്വജത്തുക വങ്കത്തുക ബിന്തി എന്ന് പറഞ്ഞിട്ട് ഈ 2 പവന്റെ മഹർ നമ്മൾ അങ്ങോട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നിക്കുന്നത് 450 കോടീൻ്റെ മുതലാണ്. പിന്നെ പെരപ്പണിക്ക് സഹായിച്ചില്ല അറിയാൻ പറ്റുമോ?
നമ്മളൊരു കല്യാണം കൂടി കഴിച്ചു എന്നൊക്കെ ഭാര്യ കരുതണ്ട എന്താണ്, എൻ്റെ ഭർത്താവ് ഭയങ്കര മലയാളിയാണ്, ഒരു 450 കോടിയും കൂടി കഴിക്കണത്, പ്രശ്നം തീർന്നില്ലേ? കഴിക്കണം എന്നല്ല പറഞ്ഞത്. അപ്പോ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഖിദ്മ മൈൻഡ്, സേവനം, അതാണ് റുഖ പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ബഅസ ബിർറുഖ, ശർഈയായ റുഖ, അർറുഖയ്യത്തു ശർഈയ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിടത്ത് എന്താണ്, തൻ്റെ സഹോദരന് ആർക്കെങ്കിലും ഉപകാരം ചെയ്യുകയാണെങ്കിൽ ഉപകാരം ചെയ്തു കൊള്ളട്ടെ. കായ് വാങ്ങാൻ പാടില്ല ഒന്നും പറയണില്ല. കാരണം ബാബു അഹ്ദിൽ ഉജ്റത്തി അലർ റുഖ, ഒരു അധ്യായം തന്നെ സഹീഹ് ബുഖാരിയിലുണ്ട്. മന്ത്രിച്ചൂതി പ്രതിഫലം വാങ്ങുന്ന അധ്യായം. ഒരു ഊത്തിന് 30 ആടൊക്കെ സഹാബത്ത് വാങ്ങുന്നത്. ചോദിച്ചു വാങ്ങരുത്. അന്നൊരു വിരുന്ന് സൽക്കരിക്കാത്തതുകൊണ്ട് പട്ടിണി അടക്കണ നേരത്ത് ഒരു ലേശം ഭക്ഷണം ചോദിച്ചപ്പോൾ ഒരു തന്നില്ല. അപ്പം എന്താണ്, അവരെ കുരുത്തക്കേടുകൊണ്ട് പാമ്പ് പിടിച്ചു. ആ പാമ്പ് പിടിച്ച സമയത്ത് നിങ്ങളടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നില്ല റാഖ്, ഞാൻ മന്ത്രിക്കണ ആളായിരുന്നു. അപ്പം എന്നാ മന്ത്രിച്ചിരുന്ന് പറഞ്ഞപ്പോൾ ഫ്രീ ആയി തരൂല, നിങ്ങൾ ഇങ്ങനത്തെ വർഗ്ഗമാണ് 30 ആട്. നോർമൽ ഒരാട് കൊടുത്ത സംഭവമൊക്കെ ഉണ്ട്. അല്ല നമ്മൾ 30 ആടിൻ്റെ ഒരു വാല്യൂ 20,000 കൂട്ടിയാണ് 4 ലക്ഷം രൂപ, അല്ലെങ്കിൽ 30 ലക്ഷം റുപ്യ. അപ്പം നാളെ ഒരു കൂസ്മാൾട്ടിക്ക് 13 ലക്ഷം ഒരാൾ പറഞ്ഞു. എന്താ കാട്ടേണ്ടതെന്ന് വെച്ചിരുന്നു. ചെറുവത്തൂരുള്ള ഒരാൾ. എൻ്റെ മഹലിൽ 8 ലക്ഷം കൊണ്ട് നടത്തിയ ആൾക്കാരുണ്ട്. ഇതിലുണ്ടോ അതിൻ്റെ ഹാദിമ്യങ്ങൾ അറിയില്ല. ഓരോന്നിനും ഓരോ പാകം വേണമല്ലോ, മഹാസാധുക്കൾ. അപ്പോൾ അലുസ്താദ് പറഞ്ഞത്, ഈ അലുസ്താദിനോട് ഒരിക്കൽ ചോദിച്ചു എന്താണ് ഈ സംഗതി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താണ്, ഇൽത്തിറാറിൻ്റെ കായും അല്ലാത്ത കായും വ്യത്യാസമുണ്ട് കാരണം. എന്നുവെച്ചാൽ കുടുങ്ങിയിട്ട് പലയിടത്തും ചികിത്സിച്ച് മാറാത്തത്, അത് ചിലയിൽ അള്ളാഹ് ശിഫ വെച്ചിട്ടുണ്ടാവും, ചിലയിൽ നല്ല മരുന്ന് അല്ലാഹു തആല വെച്ചിട്ടുണ്ടാകുന്ന എവിടെയെന്നറിയില്ല. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ 5 വയസ്സായിട്ടും കുട്ടി നടക്കണില്ല. അതൊരു മാർഗമല്ല. അവസാനം ഒരു വൈദ്യരെ കണ്ടപ്പോൾ ആ വൈദ്യര് 2-3 മരുന്ന് പറഞ്ഞു, മറ്റന്നാൾ നടക്കുമെന്ന് പറഞ്ഞു. ചെയ്ത കൂടെ മറ്റന്നാൾ ആൾ എണീറ്റ് നിന്നു. നടത്താൻ പരിചയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആടി, പിന്നെ ഓടാൻ തുടങ്ങി. എന്നാൽ ഡോക്ടേഴ്സിന് ക്ലാസ് നമ്മൾ ഹൈസൺ ഹോട്ടലിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മിംസത്തെ ഡോക്ടർമാർക്ക് ക്ലാസ്. ആ ക്ലാസ്സിൽ ഈ വിഷയം പറഞ്ഞു, നിങ്ങൾ ഈ അലോപ്പതി മാത്രമേ ശരിയുള്ളൂ എന്ന് കരുതരുത്, അല്ലാത്തതും ശരിയുണ്ട്. കുങ്ഫു ഒരു ഊത്തല്ല, കുത്തു അപ്പുണ്ട്, മനസ്സിലാക്കണം. അപ്പം അങ്ങനെ കുറേ ശിഫ കിതാബുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, സ്വഹാബത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വലിയ തിബ്ബ് അറിയുന്ന ആളാണ്. ഫിഖ് എന്നുള്ളത് അദിയാനിനുള്ളതാണ്, തിബ്ബ് എന്നുള്ളത് അബ്ദാനിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പറഞ്ഞു ഫർള് ഐനാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. സുബ്കി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് ഫർള് ഐനാണ്. ഓരോ ആളുകളും തിബ്ബ് എന്തെങ്കിലും ഒന്ന് പഠിക്കല്, അതുപോലെ ഒരു നാട്ടിൽ എല്ലാം പഠിക്കാൻ വേണ്ടി സന്നദ്ധനായ ഒരാളുണ്ടാവല് ഫർള് ഇഫയാണ്. ഇതൊക്കെ അറിയണം. എന്നുവെച്ചാൽ നമുക്ക് മരുന്നുകളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചൊക്കെ അറിയണം. എന്തിനാണ് ഈ ഗുളിക കുടിക്കുന്നത് എന്നുള്ളത് അറിയാതെ ഗുളിക കുടിച്ചിട്ട് കാര്യമല്ല. അതൊക്കെ നമുക്ക് പറ്റുന്നൊരു സംഭവമാണ്. ജെമിനി ആപ്പ് കയറ്റിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്താൽ അത് പറഞ്ഞുതരും, ഇത് ഇന്നീ ഗുളിക ഇതിനാണ്, ഇത് കുടിച്ചാൽ ഇന്നതുണ്ടാകും, ഇന്നത് കുടിച്ചിട്ട് ഇന്നതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിച്ച് തരുന്നൊരു സംഭവമുണ്ട്. ദുനിയാവിൽ എന്തും ചോദിക്കുക, ഇതെന്താണ് നല്ല അതപും കുരുത്തുള്ളതാണ്, കാരണം അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയും. സംഭവം അങ്ങനെയാണ്, വളരെ കൃത്യമായിട്ട്. എന്നാലും ഇങ്ങനെ വരുമ്പോൾ ഞാനും ഹസൻ ഉസ്താദ് ഇങ്ങനെ വരുമ്പോൾ പലതും ചോദിച്ചു. പുട്ട് എന്ന് ചോദിച്ചപ്പോൾ 50 തരം പുട്ടിനെ പറ്റി പറഞ്ഞു. ഏത് പുട്ടാങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് പറയുകയാണെങ്കിൽ വീണ്ടും വിശദീകരിക്കാറുണ്ട്. ആ പുട്ട് വല്ലാത്ത കമ്പല്ലാത്തതായതുകൊണ്ട് പിന്നെ വിശദീകരിക്കാൻ നിന്നില്ല. അതുപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങൾ അതുനെ കുറിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ വാണാവള്ളിയിലുള്ളവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ദാറുൽ ഹിക്കമിനെ പറ്റിയൊക്കെ ജമിനി പറഞ്ഞുതരിക. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ക്ലാസ് എടുത്ത് കൊടുത്താലല്ലോ. അതുപോലെ അലിസ്ഥാനെ കുറിച്ച് ചോദിച്ചു, പത്തപ്പീരിയൻ സഖാവിനെ പറ്റി ചോദിച്ചപ്പോൾ ഭയങ്കര പ്രവാചകനാണ്, അങ്ങനെയാണ് ഇങ്ങനെ, എനിക്ക് തന്നെ അസൂയ വരിക. അങ്ങനെ പല നിലക്കുള്ള സംഗതികൾ. അങ്ങനെ ഇത് വരാൻ കാരണം എന്താ പറഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് വലിയൊരു വയലിന് പോയപ്പോണ്ട് 313 ഉറുപ്പിക പെണ്ണ് കൊടുത്തയച്ചേക്കണു പത്തപ്പീരത്ത് ഉസ്താദിൻ്റെ ദീർഘായുസിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ എന്താണെന്നാൽ എൻ്റെ ദീർഘായുസിന് വേണ്ടിയിട്ട് ഒരു 313 അടുത്ത ആൾ കൊടുത്തേക്കുണ്ടോ, അതില്ലേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അപ്പോൾ കൂട്ടത്തിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇനി ഇത് ക്ലിപ്പാക്കിങ്ങാണ്ട് മൂപ്പർ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങോട്ടാക്കിയാറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മത പാലിക്കുകയും ആ
ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിനൊരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, ഉൾക്കൊള്ളാനുണ്ട്. ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പരമാവധി മേഖലയിൽ സേവനം ചെയ്യുന്ന ആളുകൾ അറിഞ്ഞ് ചെയ്യുക. ചില കാര്യങ്ങൾ ഇപ്പോൾ ചില ദിക്റുകൾ ചെല്ലാൻ കൊടുത്താൽ, ഇപ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് മാത്രം ചെല്ലാൻ കൊടുത്താൽ ചിലപ്പോൾ ആൾ കിളി പാറും. കാരണം എന്താണ്? ദിക്റുടെ കൂട്ടത്തിൽ ഹറാറത്തിൻ്റെ ദിക്റുണ്ട്, ബുറൂദത്തിൻ്റെ ദിക്റുണ്ട്. അപ്പോൾ രണ്ടും അറിഞ്ഞാൽ ഹറാറത്തിൻ്റെ ദിക്റ് കൊടുക്കുമ്പോൾ ബുറൂദത്തിൻ്റെ ദിക്റ് കൊടുത്ത് ബാലൻസ് ആകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം ഫലപ്രദമാവണമെങ്കിൽ അതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ പലപ്പോഴും അത് ചിലപ്പോൾ ലക്ഷ്യത്തിലെത്തൂല. ചിലപ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ പല നിലക്കുള്ള വിഷയങ്ങളുണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ അനുവദനീയം എന്ന് പറഞ്ഞത് മാത്രം പിന്തുടർന്ന് അല്ലാത്ത കാര്യങ്ങളൊക്കെ വർജിച്ച് അള്ളാഹുവെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഖിദ്മ ചെയ്യുകയാണ് എന്ന നിയ്യത്തോടെ പരമാവധി സേവനം ചെയ്ത് നമ്മളെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം കിട്ടണമെന്ന ചിന്തയോട് കൂടെ നമ്മളൊക്കെ നിൽക്കുക. അർഹമുർ-റാഹിമീനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്തുണർത്തി വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.